വിശുദ്ധ മദീനയിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറമാണ് ഹജ്ജിന്റെ മീഖാത്തുകളിൽ ഒന്നായ അബിയാർ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽ ഹുലൈഫ മീഖാത്ത് മസ്ജിദ്. ലക്ഷോപലക്ഷം മലയാളികൾ ഉൾപ്പെടുന്ന ഹാജിമാർ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന മീഖാത്താണ് ദുൽ ഹുലൈഫ. 5 മീഖാത്തുകളുണ്ട് എന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. 5 മീഖാത്തുകളിൽ ഒരു മീഖാത്താണ്. അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് ഒരു പ്രത്യേകമായ മിനാരത്തോടുകൂടെ സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മദീന ഹറമിന്റെ അതിർത്തി സ്തൂപവും നമുക്ക് കാണാവുന്നതാണ്. അല്പം കഴിയുമ്പോൾ വാഹനത്തിന്റെ വലതുഭാഗത്തേക്ക് നിങ്ങൾ നോക്കുക. ഒരു പ്രത്യേക മിനാരത്തോടുകൂടെ വിശാലമായ ഒരു പള്ളി നിങ്ങൾക്ക് കാണാം. വലതുഭാഗത്തേക്ക് നോക്കൂ, വലതുഭാഗത്തേക്ക് നോക്കൂ. മലയാളികൾ ഉൾപ്പെടെ പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ വരുന്ന ലക്ഷോപലക്ഷം ഹാജിമാർ ഇഹ്റാം ചെയ്യുന്ന വിശാലമായ കുളിക്കാനും വസ്ത്രം ധരിക്കാനും സുന്നത്ത് നിസ്കരിക്കാനും ഒക്കെ സൗകര്യങ്ങളുള്ള ഒരു പള്ളി. ഇതാ അതിർത്തി ഗേറ്റ്. വാഹനത്തിന്റെ വലതും ഇടതും ഭാഗത്തേക്ക് നോക്കൂ. നിഹായ ഹദ്ദിൽ ഹറം. ഹറം അവസാനിച്ചിരിക്കുന്നു. മദീന ഹറം അവസാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ സ്തൂപമാണ്, അടയാളമാണ് ഇപ്പോൾ നാം കണ്ടത്. ബഹുമാനികളെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ തുടങ്ങി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള ഭാര്യമാരുടെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള മക്കളുടെ, മഹാന്മാരായ സ്വഹാബാക്കളുടെ, സ്വഹാബി വനിതകളുടെ, താബിഈങ്ങളുടെ, തബഉ താബിഈങ്ങളുടെ വിശുദ്ധ ശരീരം ഏറ്റുവാങ്ങിയ മദീന. ആ മദീനയെ വിട്ട് നാം പോവുകയാണ്. ഇനിയും മദീനയിലേക്ക് മടങ്ങി വരാൻ, ധാരാളം മടങ്ങി വരാൻ അള്ളാഹു നമുക്ക് വിധി നൽകുമാറാവട്ടെ. ആമീൻ.